സാർ പ്ലീസ് സാർ സാർ ഒരു ചാൻസ് കൂടി തരണം സാർ സാർ ഞാൻ എങ്ങനെയെങ്കിലും ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്തോളാം സാർ സാർ പ്ലീസ് സാർ പുറത്താക്കരുത് സാർ പ്ലീസ് സാർ എന്താ ഇനിയ പ്രശ്നം? ചേട്ടാ ഞാനൊരു ഡോർ ടു ഡോർ സെയിൽസ്മാനാണ്. ഇപ്രാവശ്യം ടാർഗറ്റ് അച്ചീവ് ചെയ്യാത്തതുകൊണ്ട് എന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കുന്ന പറയുന്നത്. ഈ ഒരു വരുമാനം കൊണ്ടാണ് എൻ്റെ ഫാമിലി കഴിയുന്നത് ചേട്ടാ. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നീ ഇങ്ങനെ പ്രതിസന്ധികളിൽ തടഞ്ഞാലോ? നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അവിടെ എല്ലാം പിടിച്ചു നിന്ന് മുന്നോട്ട് നീങ്ങണ്ടേ? അങ്ങനല്ലേ? നീ ഒരാണല്ലേ? നിങ്ങൾ പൈസക്കാർക്ക് അങ്ങനെയൊക്കെ പറയാം, പക്ഷേ ഞങ്ങൾ പാവപ്പെട്ടവർ ഇതൊക്കെ വിറ്റ് എല്ലാ ദിവസവും വെയിലും കൊണ്ട് ഫുഡും കഴിക്കാണ്ട് കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത്. എല്ലാ ഡോറിലും പോയി മുട്ടിയിട്ടും ഒരാൾ പോലും എൻ്റെ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചില്ല. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഒരു കാര്യം ചെയ്യും, ഇതിനകത്തുള്ള മുഴുവൻ പ്രോഡക്റ്റ് ഞാൻ മേടിച്ചോളാം. എത്ര രൂപയാവും? ചേട്ടൻ എന്താ ഈ പറയുന്നത്? പറ, എത്ര രൂപയാവും അതെല്ലാം കൂടെ മുഴുവൻ? അയ്യോ ചേട്ടാ, അത് ബുദ്ധിമുട്ടാവില്ലേ? ഒരു ബുദ്ധിമുട്ടും ഇല്ല, നീ പറ എത്ര രൂപയാവും? ചേട്ടാ എല്ലാം കൂടി ഒരു 25,000 രൂപ ഉണ്ടാവും. ഗൂഗിൾ പേ ഉണ്ടല്ലോ അല്ലേ? കാണിക്കും. ചേട്ടാ താങ്ക് യു ചേട്ടാ, ഒരിക്കലും മറക്കൂല. സാരമില്ലടാ. പക്ഷേ കാര്യം ചോദിക്കാൻ മറന്നുപോയി, ഇത് പ്രോഡക്റ്റ് എന്തോ? അയ്യോ സോറി ചേട്ടാ, ഞാൻ മറന്നുപോയി. ചേട്ടാ ഇത് ഞങ്ങളുടെ പുതിയ പ്രോഡക്റ്റാണ്, ആയുർ ബ്രഹ്മി. ഇത് എന്നും പാലിലിട്ട് കുടിച്ചു കഴിഞ്ഞാൽ ചേട്ടൻ്റെ ഇപ്പോഴത്തുള്ള തടിയുടെ 3 ഇരട്ടി തടി ചേട്ടനുണ്ടാവും. ഇനി തടിയില്ല എന്ന് പറഞ്ഞിട്ട് ചേട്ടനെ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല ചേട്ടാ. ഇത് ഫുള്ള് ചേട്ടനുള്ളതാണ്. സന്തോഷമായില്ലേ ചേട്ടാ?